ഒരുക്കി ഞങ്ങൾക്ക് ഒരു നവ്യാനുഭവമാക്കി തന്ന സ്പോൺസർ ശ്രീ സലാഹുദ്ദീനും സാബിദിനും കോട്ടയം ജില്ലയിലെ നിസ്സീമമായ നന്ദി രേഖപ്പെടുത്തട്ടെ. ഓരോരുത്തരുടെയും മനസ്സിൽ അലിഞ്ഞു ചേർന്ന സർഗശേഷികൾ പറയാനും പാടാനും ആടാനും ഉള്ള അവസരമാക്കി ഓരോരുത്തരും ഈ ക്യാമ്പ് ഫയർ കടവിങ്കൽ മഞ്ഞളരച്ചു വെച്ചു നീരാടുമ്പോൾ മഞ്ഞണി പൂനിലാവ്. സുധീഷ്, ഞാൻ ടൂറായിട്ട് ഇപ്പോൾ വരുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ സാധാരണ അങ്ങനെ ടൂറായിട്ട് പോകലില്ല. ഫാമിലിയായിട്ട് ടൂറായിട്ട് പോകാൻ വളരെ കുറവാണ്. ഞങ്ങൾ എന്തെങ്കിലും കണ്ടിട്ട് ഇപ്പോൾ മറ്റു കാര്യങ്ങളൊക്കെ പോകാമെന്നല്ലാതെ കൂടുതൽ ഇതിലേക്ക് ഇങ്ങനെ ഒരു ആൾക്കാരും കൂടെ പോയ അവസരങ്ങൾ വളരെ കുറവ് അല്ലെങ്കിൽ ഇല്ല എന്ന് തന്നെ പറയാം. അധികമായിട്ടൊരു ബുദ്ധിമുട്ട് തോന്നി. അതുകൊണ്ട് ഞാൻ വന്നില്ല. എന്തായാലും ലക്ഷദ്വീപിൽ വരാനും ഇവിടുത്തെ ഒരു കുറേ ഭൂപ്രകൃതിനെ പറ്റി മനസ്സിലാക്കാനും ദ്വീപുകളുടെ ഡിസ്റ്റൻസിനെ പറ്റിയിട്ട് മനസ്സിലാക്കാനൊക്കെ പറ്റി മനസ്സിലായി. അതിനും നല്ലൊരു അനുഭവമായിരുന്നു. ശ്രീകൃഷ്ണ ജയന്തി അല്ലേ, അപ്പോൾ അതിനെ പറ്റിയൊരു ഇതല്ല. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ അഞ്ജന ശ്രീധര ചാരുമൂർത്തേ കൃഷ്ണ അഞ്ജലി കൂപ്പി ഞാൻ കൈത്തൊഴുന്നേ ആനന്ദാലങ്കാര വാസുദേവ കൃഷ്ണ ആതങ്കമൊക്കെ അകറ്റിടണേ. എൻ്റെ പേര് അഖില. ഞാൻ ഹെൽത്ത് സർവീസിലാണ് വർക്ക് ചെയ്യുന്നത്. എൻ്റെ ജീവിതത്തിൽ ഇതുപോലൊരു യാത്ര ആദ്യമായിട്ടാണ്. ഞാൻ പോയിട്ടുണ്ട്, ഡൽഹിയൊക്കെ പോയിട്ടുണ്ടെങ്കിലും, പക്ഷേ ഇതുപോലെ എല്ലാവരോടും കൂടി യാത്ര ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. പ്രത്യേക ഒരു വൈബായിരുന്നു ഇന്നത്തെ യാത്രയ്ക്ക്. ഇതുപോലെ ഇനിയും ടൂറുകൾ ഉണ്ടാക്കണം, അതുപോലെ ഇനി യാത്ര ചെയ്യാൻ കഴിയും വേണം എന്നുള്ള ഒറ്റ പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു. എല്ലാവർക്കും മറ്റുവാക്കി നന്ദി പറഞ്ഞുകൊണ്ട്. അതുപോലെ തന്നെ ടൂറ് ഇപ്പോൾ കുറേ കാലമായിട്ട് വൺ ഡേ ടൂറ് അങ്ങനെയൊക്കെ ആയിട്ട് പോകുമല്ലാതെ ദൂരത്തേക്ക് അത്ര പോയിട്ടില്ല. കുറേ കാലത്തിന് ശേഷമാണ് പോകുന്നത്. ഏതായാലും നല്ലൊരു ഓർമ്മ തന്നെയാണ് എന്തായാലും ജീവിതത്തിൽ സ്കൂബ ഡ്രൈവ് ചെയ്യുന്നതും. പിന്നെ ഈ ലക്ഷദ്വീപിനെ കുറിച്ച് ഇത്രയും ഡിസ്റ്റൻസ് ഓരോ ദ്വീപുമായിട്ടൊക്കെ ഉള്ളത് ഇവിടെ വന്നതിന് ശേഷം അത്രയും മനസ്സിലായത്. അത് ബീച്ച് നല്ല ഉഷാറാണ്, നല്ല ക്ലീനിങ് എല്ലാം നല്ലതാണ്. ഇനിയും അടുത്ത ടൂറിൽ ഞങ്ങളെയും പ്രതീക്ഷിക്കണം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഹലോ, എൻ്റെ പേര് വത്സല എസ് നായർ. അദ്ദേഹം ശ്രീമാൻ ശശിധരൻ നായരുടെ ഭാര്യയാണ്. ഞാൻ BSNL-ലായിരുന്നു എനിക്ക് ജോലി. റിട്ടയറായിട്ട് 2009 റിട്ടയറായത്. ഇപ്പോൾ 76 വയസ്സായി. ഞങ്ങൾ പക്ഷേ ഈ വയസ്സൊന്നും നോട്ടാറില്ല. എല്ലാ വർഷവും 2-3 തവണയെങ്കിലും യാത്ര പോകാറുണ്ട്. ഈ ക്യാമ്പ് ഫയർ എന്നൊക്കെ ഞാൻ ഇന്നാണ് ഇപ്പോൾ ഇതിനെ പറ്റിയൊക്കെ കേട്ടത്. ഇങ്ങനെയൊന്നും നമ്മൾ പിന്നെ യാത്രകളൊക്കെ പലതും ചെയ്തിട്ടുണ്ട്, പക്ഷേ അവിടെയൊന്നും ഇതുവരെ ഇങ്ങനെ ഒരു ക്യാമ്പ് ഫയർ ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ ഇങ്ങനെ ഇന്നലെ സൂചിപ്പിച്ചിരുന്നു ക്യാമ്പ് ഫയർ ഉണ്ട്, പക്ഷെ അത് എന്താണെന്ന് എനിക്കും അറിയില്ലായിരുന്നു. ഏതായാലും പിന്നെ നമ്മൾ പല മീറ്റിങ്ങുകളും പല പിന്നെ ഓർഗനൈസേഷൻ്റെ പല കാര്യങ്ങളിലൊക്കെ ഞാൻ പോയിട്ടുണ്ട്, അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി, പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി. ഈ പൂവിളിയിൽ മോഹം പൊന്നിൽ മുത്തായി മാറും പൂവയലിൽ നീ വരൂ ഭാഗം ഭാഗം. രാരീരാരീരം രാരോ രാരീരാരീരം രാരോ പാടീരാ കിളി പാടി
രാരീരാരീരം രാരോ. പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി. ഈ പൂവിളിയിൽ മോഹം പൊന്നിൻ മുത്തായി മാറും പൂവയലിൽ നീ വരൂ പാകം വകത്തു. ഓടും പൊന്നിൻ ചിങ്ങത്തിൽ പുല്ലാങ്കുഴൽ കാറ്റത്താടും ചമ്പാവിൻ പാടം. പൂ കൊണ്ടു മൂടും പൊന്നിൻ ചിങ്ങത്തിൽ പുല്ലാങ്കുഴൽ കാറ്റത്താടും ചമ്പാവിൻ പാടം. ഇന്നേ കൊയ്യാം നാളെ ചെന്നാൽ അത്തം ചിത്തിര ചോദി. ഇന്നേ കൊയ്യാം നാളെ ചെന്നാൽ അത്തം ചിത്തിര ചോദി. താങ്ക് യു. കണ്ണോട് കണ്ടപ്പോൾ കണ്ടെത്തി ഞാൻ 1000 താരകൾ പൂത്തുലഞ്ഞു. പിന്നെയും പിന്നെയും കണ്ട നേരം ഉച്ചയിൽ പൂത്തുലഞ്ഞു. കാണാതെ വയ്യുന്ന തോന്നലായി കണ്ടിട്ടും പോരാതായി. തൊട്ടപ്പോൾ ആത്മാവിൽ നിറഞ്ഞു പൂ പോലെ നീ വിരിഞ്ഞു. നീരൊളിച്ചൊരു മോഹമെല്ലാം കള്ളത്തരങ്ങൾ തുള്ളി കാണാൻ കണ്ട നേരം കൊണ്ടരായി കൊണ്ടരിൽ മിന്നലായി. മിന്നൽ വള കയ്യിലിട്ട പെണ്ണഴകേ എത്തിത്തോടാൻ എത്തുകില്ല മാറിവില്ലാണ് നീ. മിന്നൽ വള കയ്യിലിട്ട പെണ്ണഴകേ എത്തിത്തോടാൻ എത്തുകില്ല മാറിവില്ലാണ് ചുണ്ടുകളോ തെണ്ടിരിഞ്ഞെത്തുന്ന കണ്ടുകളോ ഇന ചുണ്ടുകളോ. നേരത്ത് എഴുത്തു നേരത്ത് പത്തിനൊരു തിരുമുന്നേ നേരത്ത് ഉറങ്ങുന്ന നേരത്ത് ഉണർന്ന നേരത്ത് ഒന്നും ചെയ്യാതിരിക്കുന്ന നേരത്ത് കൈവിരൽ മുട്ടുന്ന നേരത്ത് നേരത്ത് കോലുകൾ തട്ടുന്ന നേരത്ത് ഓരോരോ നേരവും നീയുള്ള നേരത്ത് വന്നല്ലോ ഫീലിങ്സോ വന്നു കൊള്ളുന്നല്ലോ ഫീലിങ്സോ വന്നല്ലോ ഫീലിങ്സോ വന്നു കൊള്ളുന്നല്ലോ ഫീലിങ്സോ. ഈ ഗ്രൂപ്പിനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ലക്ഷദ്വീപ് വിനോദയാത്രയെക്കുറിച്ച് വിലയിരുത്തുമ്പോൾ എന്നും മനസ്സിൽ തങ്ങുന്ന ഓർമ്മകൾ അയവിറക്കിയാണ് നമ്മളിവിടെ നിന്നും പോകുന്നത്. നമ്മുടെ സ്പോൺസറായിട്ടുള്ള സലാഹുദ്ദീൻ അദ്ദേഹം ഒരു 4-5 പ്രാവശ്യം വിളിക്കുകയുണ്ട്. എന്തെങ്കിലും വിഷമങ്ങളുണ്ടോ ബുദ്ധിമുട്ടുകളുണ്ടോ എന്ന് ചോദിച്ചറിഞ്ഞ് എപ്പോഴും നമ്മൾ സന്തോഷവാനായിരിക്കാൻ വേണ്ടിയുള്ള ശ്രമം അദ്ദേഹത്തിൻ്റെ ജീവനക്കാരെ അറിയിച്ചു കൊണ്ടേയിരുന്നു. പിന്നെ എടുത്തു പറയേണ്ട കാര്യം നമ്മുടെ ഭക്ഷണമാണ്. വളരെ രുചികരമായിട്ടുള്ള നമ്മൾ ഒരു ഹോംലി ഫുഡ് എന്ന രീതി തന്നെ എല്ലാ ദിവസങ്ങളിലും എല്ലാ സമയത്തും ബ്രേക്ക്ഫാസ്റ്റ് ആയാലും അതുപോലെ ലഞ്ചായാലും ഡിന്നറായാലും ഒക്കെ നമ്മുടെ ആവശ്യങ്ങളും ഇഷ്ടാനിഷ്ടങ്ങൾ ചോദിച്ചറിഞ്ഞുകൊണ്ടുള്ള മെസ്സായിരുന്നു അദ്ദേഹം ഒരുക്കിയിരുന്നത്. ശ്രീ കമറുദ്ദീന് അതിന് നമ്മുടെ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. പിന്നെ നമ്മുടെ വണ്ടി സാരഥികളാണ്. നമ്മൾ അപ്പപ്പോൾ തന്നെ നമ്മൾ എന്താ പറയുക, നമ്മൾ വിചാരിക്കുമ്പോഴേക്കും അവർ നമ്മളെ മുന്നിലെത്തുന്ന രീതിയിലായിരുന്നു അവരുടെ ഡ്രൈവർമാരായ സാദിഖ് നമ്മുടെ ഈ യാത്ര വിജയിപ്പിക്കാനായി നമ്മളെ സഹായിച്ച ഒരു ഘടകമാണ്. പിന്നെ ഇപ്പോഴും ബാക്കി വെച്ച് പോകുന്ന നമ്മുടെ ഈ ലക്ഷദ്വീപിൻ്റെ രഹസ്യങ്ങൾ
ഇനി ഒരുപാട് 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 പഠിക്കാനുള്ള ഒരു പുസ്തകം തുറന്നിട്ടിരിക്കുകയാണ് ലക്ഷദ്വീപ്. ഓരോ കേന്ദ്രവും ഓരോ ബീച്ചും അല്ലെ ഓരോ ഈ നാട്ടുകാരും ഒരു പ്രത്യേകതയാണ് അവരുടെയൊക്കെ കാണുമ്പോൾ. ഒരു മുഖഭാവങ്ങളൊക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ വല്ലാത്തൊരു സ്നേഹവും അതുപോലെ ഒരു സാഹോദര്യ പെരുമാറ്റവുമാണ് അദ്ദേഹം ഈ നാട്ടിലെ ജനങ്ങളിൽ നിന്ന് നമുക്ക് കുറച്ച് ദിവസം നമുക്ക് അവരുമായിട്ട് പരിചയപ്പെട്ടുള്ളൂ. ഓരോ റൂമുകളും മികച്ച സൗകര്യങ്ങളാണ് നമ്മൾ സ്വീകരിച്ചത്. നമ്മളത് വളരെ ഭംഗിയായി നിറവേറ്റുകയും ചെയ്തു. നമ്മുടെ ഉറക്കവും അതുപോലെ പ്രാഥമിക കർമ്മങ്ങളൊക്കെ നടത്താൻ വളരെ സൗകര്യമുള്ള സ്ഥലമാണ് നമ്മുടെ സ്പോൺസർ നമുക്ക് വേണ്ടി ഒരുക്കിയിരുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ ഒപ്പം നമ്മുടെ വഴികാട്ടിയായിട്ട് നമ്മുടെ ഈ യാത്ര പൂർണ്ണ വിജയത്തിലെത്തിക്കാൻ നമ്മുടെ മനസ്സിൽ തട്ടുന്ന രീതിയിലുള്ള കാഴ്ചകൾ നമുക്ക് നൽകുന്നതിൽ നമ്മുടെ കോർഡിനേറ്റർ ശ്രീ സാബിദ് എപ്പോഴും നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. എന്താവശ്യത്തിനും നമ്മളെ വിളിച്ച് നമ്മുടെ അഭിപ്രായങ്ങൾ ആരായാനും അതോടൊപ്പം തന്നെ എല്ലാവരോടും വളരെ സ്നേഹത്തോടും സൗമ്യതയോടും പെരുമാറാനും ശ്രീ സാബിദ് ഇത്ര കുട്ടിക്കാലത്ത് തന്നെ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളത് നമുക്ക് സന്തോഷം പകരുന്ന ഒരു കാര്യമാണ്. നമ്മളെല്ലാവരുമാണ് ഈ യാത്രയുടെ ലീഡർമാർ, അല്ലാതെ ഒരു ലീഡറോ ഒരു കോർഡിനേറ്ററോ അല്ല. എല്ലാവരും ആ രീതിയിലേക്ക് ഉയർന്ന് ചിന്തിച്ചതിൻ്റെ ഫലമായിട്ടാണ് നല്ല ഒരു യാത്ര, നല്ലൊരു വിനോദയാത്ര എന്ന് തന്നെ നമുക്ക് പറയാം. ഞാൻ മനസ്സിലാക്കുന്ന വിനോദത്തേക്കാൾ കൂടുതൽ നമുക്ക് ഇതൊരു പഠനയാത്രയുമായാണ്. കടലൊക്കെ കാണുമ്പോൾ അതിലുള്ള ഓരോരോ അത്ഭുതങ്ങൾ കാണുമ്പോൾ ഉണ്ടാകുന്ന അറിവുകൾ ഇനിയും വികസിപ്പിച്ചെടുക്കാൻ നമുക്ക് കഴിയട്ടെ. ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.